ഇന്ന് എൻ്റെ ഉപ്പച്ചി മട്ടൻ കപ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് ഉള്ളൊരു കൊച്ചു വീഡിയോ ആണ്. പിന്നെ മട്ടൻ എടുക്കുക, പിന്നെ അരി ഉണ്ട് കേട്ടോ, അരി കേൾക്കണം, പിന്നെ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ ചപ്പ് ഒക്കെ അരിഞ്ഞ് വെക്കാം. പിന്നെ അതിക്ക് വേണ്ട ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെക്കാം കേട്ടോ. പിന്നെ മട്ടനാണ് കേക്ക് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഉള്ളി ഇടുക. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇടുക. അപ്പം അതിൻ്റെ പേര് കറക്റ്റ് ആയിട്ടറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരൊന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി, ചെറിയുള്ളി തോന്നുന്നുണ്ട്, അതൊക്കെ ഇടുക. പിന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ഇതങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് മട്ടൻ ഇട്ടെടുക്കാം. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുക്കട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചൊക്കെ ഇട്ടെടുക്കുക. പിന്നെ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. കുറേ എടുത്തെടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തെടുത്താൽ മതി കേട്ടോ, ഇട്ടെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഉണ്ടല്ലോ, നമ്മൾ തക്കാളി മുറിച്ച് വെച്ച തക്കാളിയൊക്കെ ഇട്ടെടുക്കുക. നമ്മൾ മുറിച്ച് വെച്ച എല്ലാതും അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കാം കേട്ടോ. അടച്ച് ഞാൻ വെക്കാം. പിന്നെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പിട്ടില്ലേ? ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് മട്ടൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഉമ്മ അതിലേക്ക് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നീട് അത് നല്ല ഇളക്കുക കേട്ടോ. പിന്നെ അതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ചപ്പിടല്ലോ, ചപ്പിട്ട് കൊടുക്കുക. പിന്നെ മുളക്, പച്ചമുളകും പിന്നെ ചുവപ്പ് മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് മൂടി വെക്കുക കേട്ടോ, നല്ല മൂടി വെക്കുക. 20 മിനിറ്റ് ഇത് വേഗം. എൻ്റെ ഉമ്മച്ചി അടുക്കളയിൽ പണിക്കുമ്പോൾ എൻ്റെ ഉപ്പച്ചി എപ്പോഴും സഹായിക്കും. അത് കാണുമ്പോൾ എനിക്കൊരു ഇഷ്ടമായിട്ട് നല്ല സന്തോഷമൊക്കെയാണ്, നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഉണ്ടാവും എൻ്റെ ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ. ഉപ്പ എല്ലാ പണി എടുക്കാൻ സഹായിക്കും. ഇനി അരി ഇതിലേക്ക് കഴുകിയിട്ടിട്ട് നന്നായിട്ട് അടച്ച് ഒരു 9 മിനിറ്റ് വേവിക്കാൻ വെക്കുക. അരി ഇടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. പിന്നെ തുറന്നോക്കിയപ്പോൾ ഇതാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ. അപ്പം അങ്ങനെ അടിപൊളിയായിട്ടുള്ള കപ്സ് റെഡി ആയിട്ടുണ്ട്. ഇക്കയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇക്ക കപ്സ് ഉണ്ടാക്കില്ല, അടിപൊളി, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മന്തി, കപ്സ്, ഇങ്ങനെ ഉള്ള അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം അങ്ങനെ അടിപൊളി കപ്സ് റെഡി. നല്ല കാണുമ്പോൾ തന്നെ പറയുമല്ലോ.